നമസ്കാരം, സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. നിയമനക്കോഴ സർക്കാരിനും ആരോഗ്യമന്ത്രിക്കും എതിരായ ആസൂത്രിതമായ ഗൂഢാലോചനയെന്ന് തെളിഞ്ഞതായി എം.വി. ഗോവിന്ദൻ. ഗൂഢാലോചനയ്ക്ക് പിന്നിലുള്ളവരെ മുഴുവൻ നിയമത്തിന് മുന്നിലെത്തിക്കണമെന്നും എം.വി. ഗോവിന്ദൻ മാഷ്. ഇന്ന് ലോക മാനസികാരോഗ്യ ദിനം. മനസ്സ് ശരീര ആരോഗ്യത്തെ പോലെ തന്നെ പ്രാധാന്യം അർഹിക്കുന്നത്. താളം തെറ്റലുകളെ അവഗണിക്കുന്നത് ശരിയായ പ്രവണതയല്ലെന്ന് ഡോക്ടർ ലേഖ. പെൻഷൻ വിതരണത്തിലെ അപാകതകൾ പരിഹരിക്കുക. കലക്ട്രേറ്റ് ധർണയുമായി KSPL. കോൺട്രിബ്യൂട്ടറി പെൻഷൻ അവസാനിപ്പിച്ച് സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ നടപ്പിലാക്കണമെന്നും ആവശ്യം. വാർത്തകൾ വിശദമായി. ആരോഗ്യവകുപ്പിനെതിരെയുള്ള പരാതിയിലെടുത്ത കേസിന്റെ ഉള്ളുകള്ളി പുറത്തുവന്നുവെന്ന് CPM സംസ്ഥാന സെക്രട്ടറി M.V. ഗോവിന്ദൻ. സർക്കാരിനെതിരെയും ആരോഗ്യ മന്ത്രിക്കെതിരെയും നടന്ന ഗൂഢാലോചന പുറത്തുവന്നു. ദ്രുതഗതിയിൽ അന്വേഷണം നടക്കണം. ഗൂഢാലോചനയ്ക്ക് പിന്നിലുള്ളവരെയെല്ലാം പുറത്തു കൊണ്ടുവരണമെന്നും M.V. ഗോവിന്ദൻ പറഞ്ഞു. കണ്ണൂരിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ആയുഷ് മിഷൻ നിയമനത്തിന് ആരോഗ്യമന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫ് അംഗത്തിന് പണം നൽകിയെന്ന ആരോപണത്തിൽ പരാതിക്കാരൻ ഹരിദാസ് മൊഴിമാറ്റിയെന്ന് പോലീസ് പറഞ്ഞതിനോട് പ്രതികരിക്കുകയായിരുന്നു M.V. ഗോവിന്ദൻ. ഓഫീസുമായിട്ട് ബന്ധപ്പെട്ട് കൈക്കൂലി വാങ്ങി കൊടുത്തു എന്നൊക്കെ പറഞ്ഞ കേസിന്റെ ഉള്ളുകള്ളി ഏതാണ്ട് എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. ആരോപണം ഉന്നയിച്ച ആൾ തന്നെ ഞാൻ ഉന്നയിച്ച ആരോപണം പൂർണ്ണമായിട്ട് തെറ്റാണെന്നും മറ്റ് ചിലരുടെ പ്രേരണ കൊണ്ടാണ് ഇങ്ങനെയുള്ള ഒരു ആരോപണം ഉന്നയിച്ചതെന്നും അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് പറയുന്ന നില വന്നു കഴിഞ്ഞിരിക്കുകയാണ്. ഞങ്ങൾ ആദ്യമേ പറഞ്ഞതുപോലെ ഗവൺമെൻറ്റിനെതിരായും മന്ത്രിക്കെതിരായും മന്ത്രി ഓഫീസിനെതിരായും ആസൂത്രിതമായ രീതിയിൽ നടത്തിയിട്ടുള്ള ഒരു ഗൂഢാലോചന ഇതിൻ്റെ പിന്നിലുണ്ട് എന്ന് ഇപ്പോഴും പകൽ വെളിച്ചം പോലെ വ്യക്തമാക്കപ്പെട്ട് വരികയാണ്. ഏതായാലും അന്വേഷണം ദ്രുതഗതിയിൽ മുന്നോട്ടേക്ക് പോകണം. ഇപ്പോഴും നിയമത്തിൻ്റെ മുമ്പിലേക്ക് വന്നവരും ഇനിയും വരാൻ ബാക്കിയുണ്ടെങ്കിൽ അവരെയും എല്ലാം കൃത്യമായ അന്വേഷണത്തിലൂടെ പുറത്തെത്തിക്കാൻ സാധിക്കണം. ഇങ്ങനെയുള്ള അപവാദ പ്രചരണങ്ങൾ കേരളത്തിലെ മന്ത്രിസഭയ്ക്കെതിരായിട്ടും പ്രത്യേകിച്ച് ആരോഗ്യവകുപ്പ് മന്ത്രിക്കെതിരായിട്ടും അതിൻ്റെ ഓഫീസിനെതിരായിട്ടും നടത്തിയിട്ടുള്ള നീചമായ ഈ വാർത്ത കേരളത്തിലെ മാധ്യമങ്ങളാകെ വൈകുന്നേര ചർച്ചയ്ക്ക് യഥാർത്ഥത്തിൽ ഉപയോഗപ്പെടുത്തിയിട്ടുള്ളൊരു വിഷയമാണ്. പക്ഷേ ഇപ്പോഴ് ഹരിദാസന്റെ വെളിപ്പെടുത്തലൊന്നും ഒരു ചർച്ചക്കും ഒരു മാധ്യമവും ചെയ്യാറില്ല. നിയമന തട്ടിപ്പ് ആരോപണത്തിൽ ചില കാര്യങ്ങൾ പറയാനുണ്ടെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജും പ്രതികരിച്ചു. തന്റെ ബന്ധുവായ പേഴ്സണൽ സ്റ്റാഫ് കൈക്കൂലി വാങ്ങിയെന്ന് പ്രചരിപ്പിച്ചതല്ലേ എന്നും അന്വേഷണം പൂർത്തിയായ ശേഷം കാണാമെന്നും വീണ ജോർജ് പറഞ്ഞിരുന്നു. ഹരിദാസ് മൊഴിമാറ്റിയ വിവരം കഴിഞ്ഞ ദിവസമാണ് പോലീസ് പുറത്തുവിട്ടത്. താൻ ആർക്കും പണം നൽകിയിട്ടില്ലെന്ന് ഹരിദാസ് പറഞ്ഞതായാണ് പോലീസ് പറയുന്നത്. ഹരിദാസിന്റെ ചോദ്യം ചെയ്യൽ തുടരുകയാണ്. നിയമനക്കോഴ കേസിൽ കൈക്കൂലി നൽകിയിട്ടുണ്ടെന്ന് നേരത്തെ പോലീസ് സ്ഥിരീകരിച്ചിരുന്നു. പരാതിക്കാരനായ ഹരിദാസൻ അഖിൽ സജീവനും ലെനിനും പണം നൽകിയിട്ടുണ്ടെന്ന് പോലീസ് കണ്ടെത്തിയിരുന്നു. അഖിൽ സജീവന് 27,000 രൂപയും അഡ്വക്കേറ്റ് ലെനിന് 50,000 രൂപയുമാണ് കൈമാറിയത്. കേസിലെ നിർണായക ദൃശ്യങ്ങൾ പുറത്തുവന്നതിന് പിന്നാലെയാണ് നിയമനക്കോഴ കേസിലെ കൈക്കൂലി ഇടപാട് പോലീസ് സ്ഥിരീകരിച്ചത്. ഇരുവർക്കും പണം ലഭിച്ചത് ബാങ്ക് അക്കൌണ്ടുകൾ വഴിയാണെന്നും പോലീസ് കണ്ടെത്തിയിരുന്നു. ഏപ്രിൽ 10 മകന്റെ ഭാര്യയുടെ നിയമനത്തിനായി കൈക്കൂലി നൽകിയതെന്നായിരുന്നു ഹരിദാസ് അവകാശപ്പെട്ടത്. എന്നാൽ 10 സെക്രട്ടേറിയറ്റ് പരിസരത്ത് ഹരിദാസ് എത്തിയിട്ടില്ലെന്നാണ് CCTV പരിശോധനയിലൂടെ പോലീസ് സ്ഥിരീകരിച്ചത്. ഹരിദാസും ബാസിത്തും സെക്രട്ടേറിയറ്റ് അനക്സ് 2 എത്തിയ ദൃശ്യങ്ങൾ പിന്നീട് കണ്ടെത്തി. ഏപ്രിൽ 11 ഇരുവരും സെക്രട്ടേറിയറ്റിലെത്തിയത്. ഈ ദൃശ്യങ്ങളിൽ ഇവർ ആരോടും സംസാരിക്കുന്നതും പണം വാങ്ങുന്നതുമില്ല. അതിനാൽ ദൃശ്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തി അന്വേഷണ സംഘം ഹരിദാസിന്റെ മൊഴി വീണ്ടും എടുത്തപ്പോഴാണ് മൊഴി മാറ്റിയത്. കണ്ണൂർ വിമാനത്താവളത്തിൽ നിന്നും സ്വർണം പിടികൂടി. അബുദാബി, ഷാർജ എന്നിവിടങ്ങളിൽ നിന്നെത്തിയ 2 യാത്രക്കാരിൽ നിന്നും 1,06,00,000 രൂപയുടെ സ്വർണമാണ് പിടികൂടിയത്. കാസർഗോഡ് സ്വദേശി അബ്ദുൾ നിഷാർ, വടകര സ്വദേശി മഹബൂബ് പോക്കർ എന്നിവരെ കസ്റ്റംസ് കസ്റ്റഡിയിലെടുത്തു. ഇരുവരും ക്യാപ്സ്യൂൾ രൂപത്തിലാക്കിയ സ്വർണം മിശ്രിതം ശരീരത്തിൽ ഒളിപ്പിച്ചാണ് കടത്താൻ ശ്രമിച്ചത്.
ഷാർജയിൽ നിന്നെത്തിയ കാസർഗോഡ് സ്വദേശി അബ്ദുൾ നിഷാറിൽ നിന്നും 63,39,600 രൂപ വില വരുന്ന 1080 ഗ്രാം സ്വർണമാണ് പിടികൂടിയത്. 4 ക്യാപ്സൂൾ രൂപത്തിലുള്ള സ്വർണ്ണ മിശ്രിതം ശരീരത്തിൽ ഒളിപ്പിച്ചാണ് ഇയാൾ കടത്താൻ ശ്രമിച്ചതെന്ന് അസിസ്റ്റന്റ് കമ്മീഷണർ ശിവരാമൻ EV അറിയിച്ചു. ഇയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയതായും പോലീസ് സ്ഥിരീകരിച്ചു. അബുദാബിയിൽ നിന്നെത്തിയ വടകര സ്വദേശി മഹ്ബൂദ് പോക്കർ എന്ന യാത്രക്കാരനിൽ നിന്നും 43,37,930 രൂപ വില വരുന്ന 739 ഗ്രാം സ്വർണമാണ് കണ്ടെത്തിയത്. 3 ക്യാപ്സൂൾ രൂപത്തിൽ സ്വർണ്ണ മിശ്രിതം ശരീരത്തിൽ ഒളിപ്പിച്ചായിരുന്നു ഇയാളും കടത്താൻ ശ്രമിച്ചത്. കസ്റ്റംസ് സൂപ്രണ്ട് ദീപക് മീണ, ഇൻസ്പെക്ടർമാരായ ഷെമി ജോസ്, രാധാകൃഷ്ണൻ TK, രാജശേഖര റെഡ്ഡി, നിതേഷ് സൈനി എന്നിവർ പരിശോധനാ സംഘത്തിലുണ്ടായിരുന്നു. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. മുണ്ടേരി പഞ്ചായത്തിലെ അനധികൃത മൊബൈൽ ടവർ നിർമ്മാണത്തിനെതിരെ നാട്ടുകാർ പ്രതിഷേധത്തിൽ. മാവിലാച്ചാൽ ഗ്രാമീണ വായനശാലയ്ക്ക് സമീപം സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലാണ് പുതുതായി ടവർ നിർമ്മാണം നടത്തുന്നത്. പരിസരവാസികളെ കെട്ടിട നിർമ്മാണമാണെന്ന് തെറ്റിദ്ധരിപ്പിച്ചാണ് KP ദിവാകരൻ എന്ന വ്യക്തി ഈ അനധികൃത നിർമ്മാണത്തിന് ഒത്താശ ചെയ്തതെന്ന് നാട്ടുകാർ ആരോപിച്ചു. മുണ്ടേരി പഞ്ചായത്ത് 18-ാം വാർഡിൽ മാവിലാച്ചാൽ ഗ്രാമീണ വായനശാലയ്ക്ക് സമീപം മുച്ചിലോട്ട് കാവിനടുത്തായാണ് സ്വകാര്യ വ്യക്തിയുടെ പറമ്പിൽ നിർമ്മിക്കുന്ന മൊബൈൽ ടവറിനെതിരെ പരിസരവാസികൾ പ്രക്ഷോഭം നടത്തുന്നത്. പ്രക്ഷോഭത്തെ തുടർന്ന് ടവർ നിർമ്മാണം തടസ്സപ്പെട്ടു. KP ദിവാകരൻ പറമ്പിൽ നിർമ്മിക്കുന്ന ടവറുമായി ബന്ധപ്പെട്ട് ജനങ്ങൾക്കിടയിലുള്ള ആശങ്ക ദൂരീകരിക്കണമെന്നും ജനങ്ങളെ ബോധവൽക്കരിക്കണമെന്നും വാർഡ് മെമ്പർ PP ശ്യാമള പറഞ്ഞു. പറയുന്നത് വെച്ചാൽ ഇങ്ങനെ ഒരു പരിപാടി തുടങ്ങുമ്പോൾ നമ്മൾ അടുത്ത വീടുകളിൽ ഉണ്ടാകുമ്പോൾ അവരെ ഒന്ന് ബോധവൽക്കരിക്കേണ്ട ഒരു ആവശ്യമുണ്ട്. അന്നേരം ഈ ഒരു പ്രശ്നം വരുന്നില്ല. അവർക്ക് അതിൻ്റെ നന്മയും തിന്മയും പറഞ്ഞ് ബോധ്യപ്പെടുത്തിയിട്ട് എന്നിട്ട് തുടങ്ങുന്നതാണെങ്കിൽ ഇങ്ങനെ ഒരു പ്രശ്നം വരില്ലായിരുന്നു. എന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിൽ എല്ലാവരും ഒരുപോലെ അറിയുന്നവരല്ലല്ലോ. പിന്നെ ഇപ്പോൾ ശാന്തേശ് ഇപ്പോൾ കിടപ്പ് രോഗിയാണ്. അപ്പോൾ അവിടെ ഷീബ മാത്രമേ ഉള്ളൂ. അപ്പോൾ അവർക്കുള്ള പ്രയാസം എന്ന് പറഞ്ഞാൽ ഇതിനെക്കൊണ്ട് വരുന്ന ഭവിഷ്യത്ത് എന്താണ് അത് ഉൾക്കൊള്ളാൻ ഒരാളോട് പറയാൻ ഒരാളില്ല എന്നുള്ളൊരു പ്രയാസം എവിടെയുണ്ട്. അത് ഇവരോടെല്ലാം കൂടി പറഞ്ഞിട്ടാണ് ഇങ്ങനെയൊരു തീരുമാനത്തിലെത്തുന്നത്. അത് ആദ്യമേ ചെയ്യുന്നത് ഒരു ബോധവൽക്കരണം നടത്തണമായിരുന്നു. അതാണ് എനിക്ക് പറയാനുള്ളത്. എനിക്ക് ഒരു പരാതി കൊടുത്തിട്ടുണ്ട്, പഞ്ചായത്തിലും കോർപ്പറേഷനും പരാതി കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ മറുപടി വന്നിട്ടാകുമ്പോൾ നടത്തിയാൽ ഇവർക്ക് വേണ്ടി ഇതിനെപ്പറ്റി മനസ്സിലാവുമല്ലോ. ഇതിനെപ്പറ്റി ഇതൊന്നും ഭവിഷ്യത്തുകൾ എന്തെല്ലാം ഉണ്ടെന്നുള്ള ചിന്താഗതിയിലാണ് ഇവർക്കെല്ലാം ഭയപ്പാട്. എന്നാൽ ചുറ്റുവട്ടും വീടും രോഗികളും എല്ലാം ആകുമ്പോൾ അവർക്ക് പറഞ്ഞു കേട്ടില്ല ഓരോരുത്തർ അവരുടെ അനുഭവങ്ങൾ. അപ്പോൾ അതൊന്ന് ദൂരീകരിക്കാൻ വേണ്ടി ഇവർ ആദ്യമേ അതിനുള്ള ചെയ്യണമായിരുന്നു. പരിസരവാസികളെ കെട്ടിട നിർമ്മാണമാണെന്ന് തെറ്റിദ്ധരിപ്പിച്ചാണ് ടവർ നിർമ്മാണം തുടങ്ങിയതെന്നും ഇതിനെതിരെ നാട്ടുകാർ കലക്ടർക്ക് നിവേദനം നൽകിയതായും നാട്ടുകാർ ആരോപിച്ചു. ഇവർ കെട്ടിടം വരുന്നു എന്നുള്ള നിലയിലാണ് ഇവിടെ ഭൂമി വർക്കുകളെല്ലാം നടത്തിയിരുന്നത്. പിന്നെയാണ് ഈ ടവർ എന്നുള്ള ജനങ്ങൾ അറിയുന്നത്. അപ്പോൾ പരിസരത്ത് തൊട്ടൊരു 3 മീറ്ററിന്റെ ഉള്ളിലാണ് ഒരു വീട്, ഒരു കിടപ്പ് രോഗിയായിട്ടുള്ള ഒരു സ്ത്രീ അവിടെ താമസിക്കുന്നത്. അവരുടെ മകള് പറഞ്ഞിട്ടാണ് ജനങ്ങൾ ഇത് ചുറ്റുവട്ടത്താണ്. അവർ ഉൾക്കേണ്ടവർക്ക് കുറെ ദിവസം അവൾ ഉറങ്ങിയിട്ടില്ല. കാരണം വീട്ടിന്റെ മുറ്റത്ത് തന്നെയല്ലേ ഈ കാര്യങ്ങൾ വരുന്നത്. അപ്പോൾ അവരെ ഒരു വിഷമങ്ങൾ പരിഹരിക്കേണ്ടതുണ്ട്. അപ്പോൾ ഈ ടവർ വേണ്ടെന്നുള്ളത് തന്നെയാണ്. നോക്കിയാൽ കാണുന്ന ഈ വീട്ടിലുള്ള ഒരാളുകൾക്ക് ഇത് വരുന്നതിനോട് താല്പര്യമില്ല. ഇതാണ് നമ്മളൊരു. എന്നാൽ നിയമപരമായ എല്ലാവിധ നടപടിക്രമങ്ങളും പൂർത്തിയായതിനു ശേഷമാണ് ടവറിന്റെ നിർമ്മാണം ആരംഭിച്ചതെന്നും ടവർ വരുന്നതിൽ യാതൊരു ദൂഷ്യവശങ്ങളും ഇല്ലെന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തുകയും ചെയ്തതായി ടവർ നിർമ്മാണ ഉദ്യോഗസ്ഥൻ പറഞ്ഞു. വീടുകളിലൊക്കെ കയറിയിട്ട് ഇതിന്റെ കുറെ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇതിനെ കൊണ്ട് ദൂഷ്യവശങ്ങളൊന്നുമില്ല. പിന്നെ ഇതിന്റെ സ്ട്രക്ചറും കാര്യങ്ങളും ഇങ്ങനെ വരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതിനുശേഷം രണ്ടാമത് പണി തുടങ്ങിയപ്പോൾ ഇന്ന് കാലത്ത് ഒന്ന് തടസ്സപ്പെടുത്തി. അതറിഞ്ഞ ശേഷം ഞാനിവിടെ സംസാരിക്കാൻ വന്നത്. പിന്നെ ഇതിന് പ്രകാരം നിയമപ്രകാരമായ എല്ലാ നടപടിക്രമങ്ങളും പൂർത്തീകരിച്ച ശേഷം ആണ് ഇവിടെ നിർമ്മാണ പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത്. നിയമപ്രകാരമായിട്ടുള്ള രീതിയിലാണ് കമ്പനി മുന്നോട്ട് പോകുന്നത്. ഉത്തരവ് പ്രകാരം അപേക്ഷ കൊടുത്ത് അതിൻ്റെ പെർമിറ്റ് ഫീസ് അടച്ചതിന് ശേഷമാണ്, ഇൻറ്റിമേഷൻ ഫീസ് അടച്ചതിന് ശേഷമാണ് നിർമ്മാണ പ്രവൃത്തി ആരംഭിച്ചിട്ടുള്ളത്. നിലവിലുള്ള ഉത്തരവ് പ്രകാരമാണ് ഈ നിർമ്മാണ പ്രവർത്തനം ഇവിടെ ആരംഭിച്ചിരിക്കുന്നത്. അധികൃതരുടെ ഭാഗത്തു നിന്നും വേണ്ട നടപടി ഉണ്ടായില്ലെങ്കിൽ പ്രക്ഷോഭ പരിപാടികളുമായി മുന്നോട്ടു പോകാനാണ് പരിസരവാസികളുടെ തീരുമാനം. കാച്ചി കൃഷ്ണൻ, MV പുരുഷോത്തമൻ, K ഷീബ, രാജു മേസ്ത്രി തുടങ്ങിയവരുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം. ഓൾ കേരള ബാങ്ക് റിട്ടയറീസ് ഫോറത്തിന്റെ 6ാം സംസ്ഥാന സമ്മേളനം ശനിയാഴ്ച കണ്ണൂരിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കേരള ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന പരിപാടി ഡോക്ടർ V ശിവദാസൻ MP ഉദ്ഘാടനം ചെയ്യും. ആദ്യമായിട്ടാണ് AKBRFന്റെ സംസ്ഥാന സമ്മേളനം കണ്ണൂരിൽ നടക്കുന്നത്. സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി 320-ലേറെ പ്രതിനിധികളും നിരീക്ഷകരും ഈ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ എത്തുന്നുണ്ട്. അതോടൊപ്പം തന്നെ ബാങ്ക് മേഖലയിലുള്ള ജീവനക്കാരുടെ അഖിലേന്ത്യാ തലത്തിൽ പ്രവർത്തിച്ചിട്ടുള്ള P സദാശിവൻ പിള്ള, അതുപോലെ തന്നെ BSNL എംപ്ലോയീസ് യൂണിയൻ്റെ ഇപ്പോൾ AIBDPA യുടെ
അഖിലേന്ത്യാ നേതാവായിട്ടുള്ള VAN നമ്പൂതിരി, അതുപോലെ തന്നെ SS അനിൽ തുടങ്ങിയിട്ടുള്ള അഖിലേന്ത്യാ നേതാക്കന്മാർ കൂടി ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. പൊതുമേഖലാ ബാങ്കുകളിൽ നിന്നും സ്വകാര്യ ഷെഡ്യൂൾഡ് ബാങ്കുകളിൽ നിന്നും വിവിധ തസ്തികകളിൽ നിന്നും റിട്ടയർ ചെയ്ത ജീവനക്കാരുടെയും ഓഫീസർമാരുടെയും സംഘടനയാണ് ഓൾ കേരള ബാങ്ക് റിട്ടയറീസ് ഫോറം AKBRF. 6ാം സംസ്ഥാന സമ്മേളനമാണ് ഒക്ടോബർ 14 ശനിയാഴ്ച കണ്ണൂരിൽ നടക്കുന്നത്. എല്ലാ ജില്ലകളിൽ നിന്നുമായി പ്രതിനിധികളും നിരീക്ഷകരും ഉൾപ്പെടെ 320-ലേറെ പേർ സമ്മേളനത്തിൽ പങ്കെടുക്കും. സമ്മേളനം ശനിയാഴ്ച രാവിലെ 10-ന് കേരള ബാങ്ക് ഓഡിറ്റോറിയത്തിലാണ് നടത്തപ്പെടുന്നത്. ഒക്ടോബർ 13-ന് സമ്മേളനത്തിന്റെ ഭാഗമായി സംഘടിപ്പിക്കുന്ന സെമിനാർ ബെഫി അഖിലേന്ത്യാ പ്രസിഡന്റ് SS അനിൽ ഉദ്ഘാടനം ചെയ്യും. റിട്ടയർ ചെയ്ത ബാങ്കിലെ ജീവനക്കാരുടെ വിവിധങ്ങളായ പ്രശ്നങ്ങൾ സമ്മേളനം ചർച്ച ചെയ്യുന്നതോടൊപ്പം ഇപ്പോൾ ബാങ്കുകളിൽ ജോലി ചെയ്യുന്ന ജീവനക്കാർ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളും ചർച്ചയ്ക്ക് വിധേയമാക്കും. വാർത്താ സമ്മേളനത്തിൽ K. അശോകൻ, KP സേതുമാധവൻ, MN അനിൽകുമാർ, പ്രകാശൻ K, TR രാജൻ തുടങ്ങിയവർ പങ്കെടുത്തു. ഇനിയൊരിടവേള. ഇടവേളയ്ക്ക് മുമ്പായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. നിയമനക്കോഴ സർക്കാരിനും ആരോഗ്യമന്ത്രിക്കുമെതിരായ ആസൂത്രിതമായ ഗൂഢാലോചനയെന്ന് തെളിഞ്ഞതായി MV ഗോവിന്ദൻ. ഗൂഢാലോചനയ്ക്ക് പിന്നിലുള്ളവരെ മുഴുവൻ നിയമത്തിന് മുന്നിലെത്തിക്കണമെന്നും MV ഗോവിന്ദൻ മാഷ്. ഇന്ന് ലോക മാനസികാരോഗ്യ ദിനം. മനസ്സ് ശരീര ആരോഗ്യത്തെ പോലെ തന്നെ പ്രാധാന്യം അർഹിക്കുന്നത്. താളം തെറ്റലുകളെ അവഗണിക്കുന്നത് ശരിയായ പ്രവണതയല്ലെന്ന് ഡോക്ടർ ലേഖ. പെൻഷൻ വിതരണത്തിലെ അപാകതകൾ പരിഹരിക്കുക. കലക്ട്രേറ്റ് ധർണയുമായി KSPL. കോൺട്രിബ്യൂട്ടറി പെൻഷൻ അവസാനിപ്പിച്ച് സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ നടപ്പിലാക്കണമെന്നും ആവശ്യം. കേരളത്തിലെ നമ്പർ 1 ഫാഷൻ ഡിസൈനിങ് ആൻഡ് കോസ്മെറ്റോളജി കോളേജ് GITDയിൽ SSLC+2 കഴിഞ്ഞവർക്ക് ഉടൻ ജോലി ലഭിക്കുന്ന കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. BSc in Fashion Designing, Professional Diploma in Fashion Designing, Advanced Diploma in Fashion Designing and Diploma in Fashion Designing. പരിചയസമ്പന്നരായ അധ്യാപകരുടെ നേതൃത്വത്തിലുള്ള പരിശീലനം, മിതമായ ഫീസ്. പ്രൊഫഷണൽ ഡിപ്ലോമ ഇൻ ബ്യൂട്ടീഷ്യൻ ആൻഡ് കോസ്മെറ്റോളജി, അഡ്വാൻസ്ഡ് ഡിപ്ലോമ ഇൻ ബ്യൂട്ടീഷ്യൻ ആൻഡ് കോസ്മെറ്റോളജി ആൻഡ് ഡിപ്ലോമ ഇൻ ബ്യൂട്ടീഷ്യൻ ആൻഡ് കോസ്മെറ്റോളജി. പരിചയസമ്പന്നരായ അധ്യാപകരുടെ നേതൃത്വത്തിലുള്ള പ്രീ പ്രൈമറി ടീച്ചർ ട്രെയിനിംഗ് കോഴ്സ്. എല്ലാ വർഷവും നടന്നുവരുന്ന ഡിസൈനർ ഷോ GITDയുടെ മാത്രം പ്രത്യേകതയാണ്. GITD എന്റെ അഭിമാനം, എന്റെ മേൽവിലാസം. Maharani Jewellers, Bank Road, Kannur, AVK Nair Road, Talasheri, MO Road, Thrissur. വാർത്തകളിലേക്ക്. ഇന്ന് ലോക മാനസികാരോഗ്യ ദിനം. ജില്ലാതല ഉദ്ഘാടനം കണ്ണൂരിൽ നടന്നു. രാമചന്ദ്രൻ കടന്നപ്പള്ളി MLA ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. ശാരീരിക ആരോഗ്യത്തെ പോലെ തന്നെ മാനസികാരോഗ്യത്തിനും പ്രാധാന്യം നൽകണമെന്നും മാനസികാരോഗ്യ വിദഗ്ധർ പറഞ്ഞു. ശാരീരിക ആരോഗ്യത്തെ പോലെ തന്നെ പ്രധാനമർഹിക്കുന്ന ഒന്നാണ് മാനസികാരോഗ്യം. ശരിയായ മാനസികാരോഗ്യം നിലനിർത്തേണ്ടതിന്റെ ആവശ്യകത ഊട്ടിയുറപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് എല്ലാ വർഷവും ഈ ദിനം ലോക മാനസികാരോഗ്യ ദിനമായി ആചരിക്കുന്നത്. COVID-19 വ്യാപന കാലത്ത് മാനസികാരോഗ്യം എത്രമാത്രം പ്രാധാന്യമാണെന്ന് ആളുകൾ മനസ്സിലാക്കിയത്. മാനസിക നിലയിലെ താളം തെറ്റലുകളെ അവഗണിക്കുന്നത് ശരിയായ പ്രവണതയല്ല. അത് നിങ്ങളുടെ ശാരീരികാരോഗ്യത്തെയും കരിയറിനെയും വരെ ബാധിച്ചേക്കാം. അതുകൊണ്ട് തന്നെയാണ് മാനസികാരോഗ്യവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ വ്യാപകമാകുന്നതിന്റെ ഭാഗമായി എല്ലാ വർഷവും ഒക്ടോബർ 10 ലോക മാനസിക ആരോഗ്യ ദിനമായി ആചരിക്കുന്നത്.
ഡോക്ടർ ലേഖ അധ്യക്ഷത വഹിച്ചു. കളക്ടർ എസ് ചന്ദ്രശേഖർ മുഖ്യാതിഥിയായി. ഡെപ്യൂട്ടി DMO ഡോക്ടർ ലേഖ മാനസികാരോഗ്യ ദിന സന്ദേശം നൽകി. അല്ലെങ്കിൽ തന്നെ എടുക്കുകയാണെങ്കിൽ തന്നെ അത് ഏതെങ്കിലും വാക്സിൻ്റെ അടുത്തൊക്കെ പോയിട്ട് അങ്ങനെ എന്തെങ്കിലുമൊക്കെ രീതിയിലൊക്കെയാണ് പോവുക. പക്ഷെ അവസാനം ഇത് ശരിയായ രീതിയിൽ പരിഗണിക്കാതെ പോയി കഴിഞ്ഞാൽ അതുകൊണ്ടുണ്ടാകുന്ന കോംപ്ലിക്കേഷൻസ് ഒരുപാട് വലുതാണ്. കാരണം പിന്നീട് അത് ഡിപ്രഷൻ, സാധാരണ നമുക്കിപ്പോൾ എന്തെങ്കിലും സാർ സൂചിപ്പിച്ച പോലെ നമുക്ക് എല്ലാം ഡെയിലി നമുക്ക് ഒരുപാട് ടെൻഷൻസ് ഒക്കെ ഉണ്ടാവും. പക്ഷെ നമ്മൾ അതിനെയൊക്കെ ഒരു ബാലൻസ് ചെയ്ത് കൊണ്ടുപോകുക, ആ ഒരു പൊട്ടിത്തെറിക്കാതെ അല്ലെങ്കിൽ ഒരു ദേഷ്യം വന്നു കഴിഞ്ഞാൽ അതിനെങ്ങനെ അത് ഇതൊന്ന് കാണിക്കാതെ നമ്മളത് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകുന്നുള്ളതാണ് നമ്മുടെ ഒരു മാനസികാരോഗ്യം എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്. ഡോക്ടർ ഗ്രിഫിൻ സുരേന്ദ്രൻ, ഡോക്ടർ വീണ എ ഹർഷൻ, CJ ചാക്കോ തുടങ്ങിയവർ സംസാരിച്ചു. വിവിധ മത്സരങ്ങളിൽ വിജയിച്ചവർക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു. മുഖ്യമന്ത്രിയുടെ ചിത്രമുള്ള ലൈഫ് മിഷൻ പരസ്യ ബോർഡ് മറഞ്ഞതിന് സ്കൂൾ അങ്കണത്തിലെ മരക്കൊമ്പുകൾ മുറിച്ച സംഭവത്തിൽ പോലീസ് കേസെടുത്തു. താവക്കര UP സ്കൂളിലെ പ്രധാന അധ്യാപകന്റെ പരാതിയിലാണ് ടൗൺ പോലീസ് കേസെടുത്തത്. പരിസരത്തെ CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം നടത്തുന്നത്. ലൈഫ് മിഷൻ പദ്ധതിയെക്കുറിച്ച് സംസ്ഥാന സർക്കാർ റോഡരികിലെ കെട്ടിടത്തിനു മുകളിലാണ് ഫ്ലെക്സ് ബോർഡ് സ്ഥാപിച്ചത്. വീടിന്റെ പാലുകാച്ചൽ ചടങ്ങിൽ മുഖ്യമന്ത്രി പങ്കെടുക്കുന്നതാണ് ചിത്രം. ഫ്ലെക്സ് ബോർഡിന്റെ കാഴ്ച മറയ്ക്കുന്നതിനാൽ സ്കൂളിലെ മരം മുറിച്ചു മാറ്റണമെന്ന് സ്കൂളിലെ ഓഫീസ് അസിസ്റ്റന്റിനോട് ചിലർ ആവശ്യപ്പെട്ടിരുന്നു. പിന്നാലെ ശനിയാഴ്ച രാവിലെ 3 പേരെത്തി സ്കൂൾ അധികൃതരുടെ അനുവാദമില്ലാതെ മരച്ചില്ലകൾ മുറിച്ചു മാറ്റുകയായിരുന്നു. സ്കൂളിലെ പ്രധാന അധ്യാപകനാണ് പോലീസിൽ പരാതി നൽകിയത്. തുടർന്ന് ടൗൺ പോലീസ് അന്വേഷണം നടത്തിവരികയാണ്. അവധിയെ തുടർന്ന് അധ്യാപകരും വിദ്യാർത്ഥികളും ഇല്ലാതിരുന്ന ശനിയാഴ്ചയാണ് മരച്ചില്ലകൾ മുറിച്ചത്. കേരള ഗവൺമെന്റ് കോൺട്രാക്ടേഴ്സ് അസോസിയേഷൻ കണ്ണൂർ ജില്ലാ സമ്മേളനം താവക്കര ബ്രോഡ്ബീനിൽ നടന്നു. സമ്മേളനം മേയർ അഡ്വക്കേറ്റ് TO മോഹനൻ ഉദ്ഘാടനം ചെയ്തു. പലപ്പോഴും കരാറുകാരെ അഭിമുഖീകരിക്കുന്ന പ്രശ്നം നിർമ്മാണ മേഖലയുമായി ബന്ധപ്പെട്ട് അതിന്റെ സാധന സാമഗ്രികൾക്ക് ഉണ്ടാകുന്ന അനിയന്ത്രിതമായ വിലക്കയറ്റമാണ്. അതിന് സർക്കാർ പരിഹാരം കാണുക തന്നെ വേണം. കാരണം ഒരു പ്രവൃത്തി ആ പ്രവൃത്തി ഏറ്റെടുക്കുമ്പോൾ അത് ഏറ്റെടുക്കുന്ന കരാറുകാരനെ സംബന്ധിച്ചിടത്തോളം മിക്കവാറും ഭൂരിപക്ഷം ആളുകളും അത് ഭംഗിയായി നിർവഹിക്കണം എന്ന് ആഗ്രഹിക്കുന്നവർ തന്നെയാണ്. പക്ഷേ പിന്നീടോ 300 രൂപയുടെ സിമെന്റ് 400 രൂപയായി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ കമ്പിക്ക് പെട്ടെന്ന് 10-15 രൂപ കിലോവിന് വർദ്ധിച്ചാൽ ആ കരാറുകാരൻ പിന്നീട് ആ പ്രവൃത്തി നഷ്ടമില്ലാതെ കൊണ്ടു നടക്കാനുള്ള ശ്രമം നടത്തുക. അങ്ങനെ വരുമ്പോൾ ചിലപ്പോൾ അതിൻ്റെ ക്വാളിറ്റി പോയി വരും. ക്വാളിറ്റി പോകുമ്പോൾ ആ ക്വാളിറ്റി നിലനിർത്താൻ ഇതിനിടയിൽ എന്തെങ്കിലും ഒരു ക്രമീകരണം ഉണ്ടാക്കിയാൽ നന്നാവും. കാരണം ക്രമീകരണം ഉണ്ടാക്കിയിട്ടില്ല എങ്കിൽ എവിടത്തേക്കാണോ അല്ലെങ്കിൽ ഏത് ഡിപ്പാർട്ട്മെന്റിനാണോ പ്രവൃത്തി ചെയ്യുന്നത് ആ ഡിപ്പാർട്ട്മെന്റിനെ സംബന്ധിച്ചിടത്തോളം അത് മിക്കവാറും 10-20 കൊല്ലം നിലനിൽക്കേണ്ട ഒരു പ്രവൃത്തി ഒരു 3-4 കൊല്ലം കൊണ്ട് തകർന്ന് തരിപ്പണമാവുകയും വീണ്ടും ആ പ്രവൃത്തി ചെയ്യേണ്ടി വരികയും ഭീമമായ നഷ്ടം സർക്കാരിന് തന്നെ ഉണ്ടാവുകയും ചെയ്യുന്നൊരവസ്ഥയാണ്. സംസ്ഥാന സെക്രട്ടറി KC രാജൻ പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ KGCA ജില്ലാ പ്രസിഡന്റ് സുനിൽ പോള അധ്യക്ഷത വഹിച്ചു. ആദരസമർപ്പണം രാമചന്ദ്രൻ കടന്നപ്പള്ളി MLA നിർവഹിച്ചു. ഉന്നത വിജയം നേടിയ കരാറുകാരുടെ മക്കളെ ഹാൻഡ്വ്യൂ ചെയർമാൻ TK ഗോവിന്ദൻ അനുമോദിച്ചു. വില വ്യതിയാന വ്യവസ്ഥ എല്ലാ കരാറുകാരിലും നടപ്പിലാക്കുക, നിർമ്മാണ വസ്തുക്കളുടെ ഗുണമേന്മ, ലഭ്യത, ന്യായവില എന്നിവ ഉറപ്പുവരുത്താൻ സർക്കാർ കർശന നടപടി സ്വീകരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ സമ്മേളനം ചർച്ച ചെയ്തു. MK അജയകുമാർ, TA അബ്ദുൾ റഹ്മാൻ ഹാജി തുടങ്ങിയവർ പങ്കെടുത്തു. സംസ്ഥാനത്ത് വൈദ്യുത നിരക്ക് ഇനിയും വർദ്ധിപ്പിക്കേണ്ടി വരുമെന്ന് മന്ത്രി K കൃഷ്ണൻകുട്ടി. ചെറിയ വർധനവ് വേണ്ടിവരുമെന്നാണ് കരുതുന്നതെന്നും മന്ത്രി വ്യക്തമാക്കി. കഴിഞ്ഞ 2 ദിവസം പ്രതിസന്ധി ഉണ്ടായിരുന്നു. പുറത്തുനിന്നും വൈദ്യുതി വാങ്ങുമ്പോൾ അവരാണ് വില നിശ്ചയിക്കുന്നത്. ഇതിന് ആനുപാതികമായി നിരക്ക് വർദ്ധിപ്പിക്കേണ്ടി വരും. വില വർധനവ് തീരുമാനിക്കുന്നത് റെഗുലേറ്ററി കമ്മീഷനാണ്. വലിയ വർധനവ് ഉണ്ടാകില്ലെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും മന്ത്രി വ്യക്തമാക്കി. അല്ല, വൈദ്യുതി നിരക്ക് വർദ്ധിപ്പിക്കാനല്ല, നമ്മൾ ഈ പീക്ക് അവറിൽ ഇങ്ങനെ മേടിച്ചു വരുമ്പോൾ 2 ദിവസം ചെറിയ വിഷമമുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പീക്ക് അവറിൽ മേടിക്കേണ്ടത്. പീക്ക് അവറിൽ മേടിക്കുമ്പോൾ അവരാണ് വില നിശ്ചയിക്കുന്നത്, നമ്മളല്ല വില നിശ്ചയിക്കുന്നത്. തരുന്ന ആളുകളാണ് ഇപ്പോൾ വില നിശ്ചയിക്കുന്നത്. അങ്ങനെ വരുമ്പോഴാണ് ഇപ്പോഴേ മഴയുടെ ഒരു കുറവ് നമ്മൾ കണക്കാക്കേണ്ടത്. വലിയ ചാർജ് വർധനവില്ലാണ്ട് പോകുന്നതാണ്. അത് ഞങ്ങളെല്ലാം തീരുമാനിക്കുന്നത് റെഗുലേറ്ററി കമ്മീഷനാണ്. ഇപ്പോൾ വലുതായിട്ട് വരില്ല, ചെറിയൊരു വർധനവേ വരുള്ളൂ എന്നുള്ളതാണ് പ്രതീക്ഷ. ഉണ്ടാവാനുള്ള സാധ്യതയുണ്ടല്ലോ, ചിലവ് വരുമ്പോൾ നമുക്ക് ചെയ്യാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. ചെറിയൊരു വർധനവ് വരാൻ സാധ്യത, വളരെ ചെറിയ വർധനവേ വരുള്ളൂ. അതിൻ്റെ ഇടയിൽ മഴ പെയ്തു കഴിഞ്ഞാൽ അതിന് രക്ഷപ്പെടാനും സാധിക്കും. ഒരു മഴ പെയ്യാനുള്ള തുലാവർഷം തുടങ്ങുന്നതല്ലേ ഉള്ളൂ. ആ തുലാവർഷം തുടങ്ങിയാൽ നമ്മൾ രക്ഷപ്പെടാൻ സാധിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. ഇറക്കുമതി കൽക്കരി ഉപയോഗിക്കണമെന്ന കേന്ദ്ര സർക്കാർ നിർദ്ദേശമാണ് നിലവിൽ 17 പൈസ വർദ്ധിക്കാൻ കാരണമെന്നും മന്ത്രി അറിയിച്ചു.
കേരള സർവീസ് പെൻഷൻ ലീഗ് KSPL ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കലക്ടറേറ്റിന് മുന്നിൽ ധർണ നടത്തി. ധർണ ജില്ലാ മുസ്ലിം ലീഗ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് അബ്ദുൽ കരീം ചേലേരി ഉദ്ഘാടനം ചെയ്തു. നിഷേധിക്കപ്പെടുന്ന ഘട്ടങ്ങളിലാണ് ഇതുപോലുള്ള സമരപരിപാടികളിലേക്ക് ആളുകൾ ഇറങ്ങേണ്ടി വരിക. ഒരു നാടിന്റെ പുരോഗതി എന്ന് പറയുന്നത് സംതൃപ്തമായിട്ടുള്ള ജനങ്ങളും അവരുടെ സുഖകരമായിട്ടുള്ള ജീവിതവും അതുമൂലമുണ്ടാകുന്ന നാടിന്റെ ഐശ്വര്യവുമാണ്. 2019 പെൻഷൻ പരിഷ്കരണ കുടിശ്ശിക വിതരണം ചെയ്യുക, DA കുടിശ്ശിക അനുവദിക്കുക, മെഡിസിപ്പ് പദ്ധതിയിലെ അപാകതകൾ പരിഹരിക്കുക, KSRTC പെൻഷൻകാർക്ക് വീഴ്ച കൂടാതെ പെൻഷൻ അനുവദിക്കുക, കോൺട്രിബ്യൂട്ടറി പെൻഷൻ അവസാനിപ്പിച്ച് സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ നടപ്പിലാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ധർണ നടത്തിയത്. കൊട്ടില മുഹമ്മദ് കുഞ്ഞി അധ്യക്ഷത വഹിച്ചു. PT അബ്ദുള്ള, NE ഇസ്മായിൽ, MC മോഹനൻ, ബഷീർ ചെറിയാണ്ടി, സാബിറ ടീച്ചർ, OP മുസ്തഫ തുടങ്ങിയവർ സംസാരിച്ചു. വിദേശമദ്യവുമായി യുവാവ് എക്സൈസ് കസ്റ്റഡിയിൽ. തളിപ്പറമ്പ് കുപ്പം സ്വദേശി മനോജിനെയാണ് 9 ലിറ്റർ വിദേശമദ്യവുമായി പിടികൂടിയത്. പ്രിവന്റീവ് ഓഫീസർ അഷറഫ് മലപ്പട്ടമാണ് 18 കുപ്പി വിദേശമദ്യം സഹിതം മനോജിനെ അറസ്റ്റ് ചെയ്തത്. തളിപ്പറമ്പ് എക്സൈസ് സർക്കിൾ ഓഫീസിലെ പ്രിവന്റീവ് ഓഫീസർ അഷറഫ് മലപ്പട്ടവും സംഘവും നടത്തിയ റെയ്ഡിലാണ് മനോജ് അറസ്റ്റിലായത്. തളിപ്പറമ്പ് കുപ്പം ഭാഗങ്ങളിലായിരുന്നു റെയ്ഡ് നടന്നത്. ഇയാളുടെ കൈവശം 9 ലിറ്റർ വിദേശമദ്യമായിരുന്നു ഉണ്ടായിരുന്നത്. സംഘത്തിൽ സിവിൽ എക്സൈസ് ഓഫീസർമാരായ വിനീത്, ശ്രീകാന്ത് തുടങ്ങിയവരും ഉണ്ടായിരുന്നു. കേരളത്തിലെ ബേക്കറി മേഖലയിൽ പ്രവർത്തിക്കുന്നവരുടെ സംഘടനയായ ബേക്കേഴ്സ് അസോസിയേഷൻ കേരള ബേക്ക് സംഘടിപ്പിക്കുന്ന 4ാമത് ബേക്ക് എക്സ്പോ 2023 ഒക്ടോബർ 13, 14, 15 തീയതികളിലായി നടക്കും. അങ്കമാലി ഇന്റർനാഷണൽ കൺവെൻഷൻ സെന്ററിൽ സംഘടിപ്പിക്കുന്ന പരിപാടി കേന്ദ്ര MSME ജോയിന്റ് ഡയറക്ടർ GS പ്രകാശ് എക്സ്പോ ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. തൃശൂർ ചേംബർ ഓഫ് കൊമേഴ്സ് പ്രസിഡന്റ് സജീവ് മഞ്ഞില മുഖ്യപ്രഭാഷണം നടത്തും. ബേക്കറി മേഖലയുമായി ബന്ധപ്പെട്ട പുതിയ മെഷീനറികളും ഭക്ഷ്യസാധനങ്ങളിൽ ഉപയോഗിക്കുന്ന അസംസ്കൃത വസ്തുക്കളും പരിചയപ്പെടുത്തുന്ന സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ബേക്കറി എക്സിബിഷനാണിതെന്ന് ബേക്ക് ഭാരവാഹികൾ പത്രസമ്മേളനത്തിൽ അറിയിച്ചു. ഒരു വലിയൊരു സംഭവം അഡുലെക്സ് കൺവെൻഷൻ സെന്റർ അങ്കമാലിയിൽ നടക്കാൻ പോവുകയാണ്. ദാറ്റ് ഈസ് വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് ബേക്കറി എക്സ്പോ ഇൻ സൗത്ത് ഇന്ത്യ. ഇപ്പോൾ മോർ ദാൻ 300 കമ്പനീസ് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. ബേക്കറിക്ക് വേണ്ടുന്ന, ബേക്കറി മാത്രമല്ല ഹോട്ടൽസിനും ഒക്കെ ആവശ്യമുള്ള എല്ലാ ടൈപ്പ് മെഷീനറീസും അതേപോലെ തന്നെ ഇൻഗ്രീഡിയൻസ് ലൈക്ക് നമ്മളെല്ലാം ഇനിയിപ്പം നാച്ചുറൽ കളറിലേക്ക് മാറാനുള്ള ഒരു തയ്യാറെടുപ്പാണ്. അപ്പോൾ അതിനുള്ള കുറേ കമ്പനീസിൻ്റെ ഒക്കെ ഉണ്ട്. അപ്പം ബേക്കറിക്കാർ അപ്ഗ്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ടും ഒക്കെയാണ് ഇത് ചെയ്യാൻ പോകുന്നത്. അപ്പം ഇനി പബ്ലിക്കിൽ നമുക്ക് കൊടുക്കുമ്പം നാച്ചുറൽ കളറിലേക്ക് തന്നെ മാറാം. പക്ഷെ കുറച്ചൊരു വിലയൊക്കെ കൂടും നാച്ചുറൽ കളർ ആയത് കാരണം. കേരളത്തിൽ തന്നെയുള്ള ഒരുപാട് കമ്പനികളാണ് അത് ഉൽപ്പാദിപ്പിക്കുന്നത്. സെമിനാർ, ലൈവ് ഡെമോൺസ്ട്രേഷനുകൾ തുടങ്ങിയവ എക്സിബിഷനിലുണ്ടാകും. കേരളത്തിനകത്തും പുറത്തുമുള്ള 250 കമ്പനികളുടെ സ്റ്റാളുകളാണ് പ്രദർശനത്തിനുള്ളത്. വാർത്താസമ്മേളനത്തിൽ ജില്ലാ ബേക്ക് ഭാരവാഹികളായ മുഹമ്മദ് ഫൈസൽ M, ഷബിൻ കുമാർ U, നൌഷാദ് M, ബീന അനീഷ്, മധു E തുടങ്ങിയവർ പങ്കെടുത്തു. ഇനി സ്വർണം വെള്ളി നിരക്ക്. സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അല്ലറയ്ക്കൽ മഹാറാണി ജ്വല്ലേഴ്സ്, ബാങ്ക് റോഡ് കണ്ണൂർ, AVK നായർ റോഡ് തലശ്ശേരി, MO റോഡ് തൃശൂർ. സ്വർണ്ണവില ഗ്രാമിന് 5365 രൂപ, പവന് 42,920 രൂപ, വെള്ളി 75 രൂപ. അറിയിപ്പ്. ജില്ലാ കേരളോത്സവം നവംബർ 15 മുമ്പായി നടത്താൻ ജില്ലാ പഞ്ചായത്ത് ഭരണസമിതി യോഗം തീരുമാനിച്ചു. ഒക്ടോബർ 18 സംഘാടക സമിതി രൂപീകരിക്കും. ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതികളുടെ തീരുമാനങ്ങൾക്കും സ്റ്റിയറിംഗ് കമ്മിറ്റി തീരുമാനങ്ങൾക്കും യോഗം അംഗീകാരം നൽകി. 2023-24 വാർഷിക പദ്ധതി യോഗം ചർച്ച ചെയ്തു. ഒക്ടോബർ 30-31 തീയതികളിൽ നടക്കുന്ന NRI സെമ്മിൽ പങ്കാളിത്തം ഉറപ്പുവരുത്താനും യോഗത്തിൽ ധാരണയായി. സ്കൂളുകളിൽ സോളാർ സ്ഥാപിച്ചതോടെ ഉണ്ടാവുന്ന വരുമാനം ജില്ലാ പഞ്ചായത്തിലേക്ക് അടക്കാനും ഇത് പിന്നീട് സ്കൂളുകളുടെ പ്രവർത്തനങ്ങൾക്ക് മാത്രമായി വിനിയോഗിക്കാനും തീരുമാനമായി. ലോകായുക്ത സിറ്റിംഗ്. കേരള ലോകായുക്ത ഒക്ടോബർ 17-18 തീയതികളിൽ കണ്ണൂർ ഗവൺമെന്റ് ഗസ്റ്റ് ഹൌസ് കോൺഫറൻസ് ഹാളിലും 19-20 തീയതികളിൽ കോഴിക്കോട് ഗവൺമെന്റ് ഗസ്റ്റ് ഹൌസ് കോൺഫറൻസ് ഹാളിലും സിറ്റിംഗ് നടത്തും. ഈ ദിവസങ്ങളിൽ നിശ്ചിത ഫോറത്തിലുള്ള പുതിയ പരാതികൾ സ്വീകരിക്കുമെന്ന് രജിസ്ട്രാർ അറിയിച്ചു.
ഇൻഷുറൻസ് പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്യാൻ അവസരം. മലബാർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള ക്ഷേത്രങ്ങളിലെ ജീവനക്കാരുടെ ഇൻഷുറൻസ് പദ്ധതി MDB കെയർ രജിസ്റ്റർ ചെയ്യാൻ ബാക്കിയുള്ള ക്ഷേത്രങ്ങളിലെ ഭരണാധികാരികൾക്ക് ആവശ്യമായ സഹായം നൽകുന്നതിനും ക്ഷേത്രത്തിന്റെ പേരിൽ യൂസർ ഐഡിയും പാസ്വേഡും അനുവദിക്കുന്നതിനുമായി അസിസ്റ്റന്റ് കമ്മീഷണർ വിവിധ സ്ഥലങ്ങളിൽ ക്യാമ്പ് ചെയ്യുന്നു. ഒക്ടോബർ 19 രാവിലെ 10 മണി മുതൽ വൈകിട്ട് 3 മണി വരെ പയ്യന്നൂർ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലും 20 രാവിലെ 10 മുതൽ വൈകിട്ട് 3 മണി വരെ തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രത്തിലുമാണ് ക്യാമ്പ്. ഈ ദിവസങ്ങളിൽ ജീവനക്കാരുടെയും അവരുടെ ആശ്രിതരുടെയും ആധാർ നമ്പർ അടക്കമുള്ള എല്ലാ വിവരങ്ങളും ക്ഷേത്രത്തിലെ ക്ലർക്കുമാർ സഹിതം ക്ഷേത്ര ഭരണാധികാരികൾ ഹാജരാവണം. സ്മാർട്ട് ഫോൺ ഉള്ളവർക്ക് അതിലൂടെ രജിസ്റ്റർ ചെയ്യുന്നതിനുള്ള സൗകര്യവും നൽകും. ക്ഷേമ പദ്ധതി ബോധവൽക്കരണം 12-ന്. ജില്ലയിലെ നാവിക സേനാനികളുടെ വിധവകൾക്കായി നിലവിലുള്ള ക്ഷേമ പദ്ധതികളെക്കുറിച്ചുള്ള ബോധവൽക്കരണ പരിപാടി ഒക്ടോബർ 12-ന് രാവിലെ 11:30 മുതൽ 12:30 വരെ ജില്ലാ സൈനിക ക്ഷേമ ഓഫീസിൽ INS അമ്മൂരിന്റെ നേതൃത്വത്തിൽ നടത്തും. പെൻഷൻ സംബന്ധിച്ചും മറ്റുള്ള പരാതികളും അന്നേ ദിവസം ബോധിപ്പിക്കാം. ചീമേനി കോളേജ് ഓഫ് അപ്ലൈഡ് സയൻസിൽ ഡിഗ്രി അഥവാ PG പ്രവേശനം. IHRDയുടെ കീഴിൽ പള്ളിപ്പാറയിൽ പ്രവർത്തിക്കുന്ന ചീമേനി അപ്ലൈഡ് സയൻസ് കോളേജിൽ 1ാം വർഷ BCom വിത്ത് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, BCom കോപ്പറേഷൻ, BSc കമ്പ്യൂട്ടർ സയൻസ് 1ാം വർഷ MCom ഫിനാൻസ്, MSc കമ്പ്യൂട്ടർ സയൻസ് കോഴ്സുകളിലേക്ക് കോളേജിൽ നേരിട്ട് പ്രവേശനം നടത്തുന്ന സീറ്റുകളിൽ ഒഴിവുണ്ട്. കണ്ണൂർ സർവകലാശാല പ്രവേശനത്തിന് ഓൺലൈൻ വഴി രജിസ്റ്റർ ചെയ്ത വിദ്യാർത്ഥികൾ അതിന്റെ പ്രിന്റ് ഔട്ട് സഹിതം കോളേജിൽ നേരിട്ട് അപേക്ഷ നൽകണം. SC, ST, OEC, OBC എന്നീ വിഭാഗങ്ങൾക്ക് ഫീസ് ആനുകൂല്യം ലഭിക്കും. സീറ്റ് ഒഴിവ്. ഉദുമ ഗവൺമെന്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ BA ഹിസ്റ്ററി, BSc, ST, SC, EWS എന്നീ വിഭാഗങ്ങളിലും BA ഇംഗ്ലീഷ് EWS വിഭാഗത്തിലും സീറ്റ് ഒഴിവുണ്ട്. അർഹരായ വിദ്യാർത്ഥികൾ കണ്ണൂർ സർവകലാശാല ഓൺലൈൻ അപേക്ഷയുടെ പകർപ്പ്, അസൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം ഒക്ടോബർ 11-ന് കോളേജിൽ നേരിട്ട് ഹാജരാവണം. ക്വസ്റ്റ് 2023 തൊഴിൽമേള 21. ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചും എംപ്ലോയബിലിറ്റി സെന്ററും ഒക്ടോബർ 21-ന് ക്വസ്റ്റ് 2023 എന്ന പേരിൽ തൊഴിൽമേള സംഘടിപ്പിക്കുന്നു. ആദ്യഘട്ടമായി ലീഡേഴ്സ് കോളേജിൽ രാവിലെ 9 മണി മുതൽ നടത്തുന്ന മേളയിൽ വിവിധ മേഖലകളിലെ 30-ലേറെ തൊഴിൽ സ്ഥാപനങ്ങൾ പങ്കെടുക്കുന്നു. SSLC മുതൽ യോഗ്യതയുള്ളവർക്ക് പങ്കെടുക്കാം. മേളയുടെ ഭാഗമാകാൻ താൽപര്യമുള്ള തൊഴിലുടമകൾ 0492770761 എന്നീ നമ്പറിൽ ബന്ധപ്പെടണം. സർട്ടിഫിക്കറ്റുകളിലെ തെറ്റുകൾ തിരുത്താൻ അവസരം. 2014 മുതൽ 2022 വരെ വിവിധ ITIകളിൽ പ്രവേശനം നേടിയ ട്രെയിനികളുടെ ENTCകളിൽ തിരുത്തൽ വരുത്തുന്നതിന് റിവൽ സംവിധാനം പുനഃസ്ഥാപിച്ചു. തിരുത്തൽ ആവശ്യമുള്ള ട്രെയിനികൾക്ക് പരിശീലനം പൂർത്തിയാക്കിയ ITIകളിൽ ഹാജരായോ NCVTMIS പോർട്ടലിലെ കംപ്ലൈന്റ് ടൂൾസിലെ റിവൽസ് ഓപ്ഷൻ വഴി ബന്ധപ്പെട്ട രേഖകൾ സമർപ്പിച്ച് നേരിട്ടോ റിവൽസ് നൽകാം. ചുരുക്കപ്പട്ടിക പ്രസിദ്ധീകരിച്ചു. ജില്ലയിൽ വിദ്യാഭ്യാസ വകുപ്പിലെ ഫുൾ ടൈം ലാംഗ്വേജ് ടീച്ചർ തസ്തികയിലേക്ക് PSC 2023 ജൂൺ 2-ന് നടത്തിയ OMR പരീക്ഷയുടെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കിയ ചുരുക്കപ്പട്ടിക പ്രസിദ്ധീകരിച്ചതായി ജില്ലാ PSC ഓഫീസർ അറിയിച്ചു. കാലാവസ്ഥ. സംസ്ഥാനത്ത് ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും മഴ മുന്നറിയിപ്പ്. കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഉച്ചയ്ക്ക് 1 മണിക്ക് പുറത്തിറക്കിയ അറിയിപ്പ് പ്രകാരം ഇന്ന് 7 ജില്ലകളിൽ മഞ്ഞ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. പത്തനംതിട്ട, ഇടുക്കി, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് ഇന്ന് യെല്ലോ അലർട്ട് നൽകിയിട്ടുള്ളത്. ബുധനാഴ്ച എറണാകുളം, ഇടുക്കി, മലപ്പുറം ജില്ലകളിലും മഞ്ഞ അലർട്ട് നൽകിയിട്ടുണ്ട്. ഇവിടങ്ങളിൽ 24 മണിക്കൂറിൽ 64.5 മില്ലിമീറ്റർ മുതൽ 115.5 മില്ലിമീറ്റർ വരെ മഴ ലഭിക്കാനുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത്. അതേസമയം കേരള, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ലെന്നും കർണാടക തീരത്ത് മത്സ്യബന്ധനത്തിന് തടസ്സമില്ലെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ അറിയിപ്പിൽ പറയുന്നു. കേരള തീരത്തും തെക്കൻ തമിഴ്നാട് തീരത്തും ചൊവ്വാഴ്ച രാത്രി 11:30 വരെ 0.5 മീറ്റർ മുതൽ 1.8 മീറ്റർ വരെ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രത്തിന്റെ അറിയിപ്പിലുണ്ട്. മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണമെന്നാണ് നിർദ്ദേശം. ബീച്ചിലേക്കുള്ള യാത്രകളും കടലിൽ ഇറങ്ങിയുള്ള വിനോദങ്ങളും പൂർണ്ണമായും ഒഴിവാക്കണമെന്നും അറിയിപ്പിൽ പറയുന്നു. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. നിയമനക്കോഴ സർക്കാരിനും ആരോഗ്യമന്ത്രിക്കും എതിരായ ആസൂത്രിതമായ ഗൂഢാലോചനയെന്ന് തെളിഞ്ഞതായ MV ഗോവിന്ദൻ. ഗൂഢാലോചനയ്ക്ക് പിന്നിലുള്ളവരെ മുഴുവൻ നിയമത്തിന് മുന്നിലെത്തിക്കണമെന്നും MV ഗോവിന്ദൻ മാഷ്. ഇന്ന് ലോക മാനസികാരോഗ്യ ദിനം. മനസ്സ് ശരീര ആരോഗ്യത്തെ പോലെ തന്നെ പ്രാധാന്യം അർഹിക്കുന്നത്. താളം തെറ്റലുകളെ അവഗണിക്കുന്നത് ശരിയായ പ്രവണതയല്ലെന്ന് ഡോക്ടർ ലേഖ. പെൻഷൻ വിതരണത്തിലെ അപാകതകൾ പരിഹരിക്കുക. കലക്ട്രേറ്റ് ധർണയുമായി KSPL. കോൺട്രിബ്യൂട്ടറി പെൻഷൻ അവസാനിപ്പിച്ച് സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ നടപ്പിലാക്കണമെന്നും ആവശ്യം. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.